ഗവർണർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. അത് രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ഇതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലേ? അവരോടൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായി. ഞാൻ ഇന്നലെ ആ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞതാണ്. വളരെ മോശമായ കാര്യമാണ്. ആഹ്, ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. രാവിലെ നടത്തിയ പത്രസമ്മേളനവും ഇപ്പോൾ അതിന് ശേഷം നടത്തിയ പത്രസമ്മേളനവും എസ്.എഫ്.ഐനെ പോലെ ഒരു കേരളത്തിലെ ഉയർന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഒരു പരിധി വരെ ഞാൻ ചിന്തിക്കുന്നില്ല. ഇതൊന്നും ഒരു ബി.ജെ.പി. ആർ.എസ്.എസ്. ലൈനിൽ പറയുന്നത് പോലെ ചെയ്യുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാം. എസ്.എഫ്.ഐനെ പോലെ അല്ലെങ്കിൽ പിന്നെ സി.പി.എമ്മിനെ പോലെ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. പക്ഷേ ഒരു പരിധി വരെ ഈ ഗവർണർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു തലവൻ എന്നുള്ള നിലയ്ക്ക് ഭരണഘടന പ്രകാരം അദ്ദേഹം സംസ്ഥാനത്തെ തലവനാണ്. ആ സംസ്ഥാനത്തിൻ്റെ തലവനായിരിക്കുന്ന ഗവർണർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം സാധാരണ എങ്ങനെയാണ് പിന്നെ സുജയ ഒരു സ്ഥലത്ത് ഗവർണർ വന്ന് താമസിക്കുക? അത് ആ സ്ഥലത്തെ ഗസ്റ്റ് ഹൗസിലാണ്. ഇതാരോട് വെല്ലുവിളിച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് പറയാൻ പറ്റും. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഹാളിലേക്ക് കയറി വരുന്ന ഗവർണറെ തടയാൻ ശ്രമിച്ച എസ്.എഫ്.ഐ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞൊരു മാന്യതയുണ്ട്. ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ആ പ്രസ്ഥാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ യൂണിവേഴ്സിറ്റി കാല് കുത്തിക്കില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ താമസിക്കും, നിങ്ങളൊന്ന് കാണിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് കാണിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള എസ്.എഫ്.ഐക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അവർ സമരം നടത്തും. അത് ഏതറ്റം വരെ അവർ സമരം നടത്തും എന്നുള്ള ഉറപ്പല്ലേ? ആ സംവിധാനത്തെ സ്വന്തം കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിനോട് കൂടി മാത്രമാണ് ഗവർണർ ഇത് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പിന്നെ ആർ.എസ്.എസോ ബി.ജെ.പിയോ പറഞ്ഞിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും ഞാനതിന് വിശ്വസിക്കുന്നില്ല. കാരണം അത്ര ലെവലിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ബി.ജെ.പി. നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഈ ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അത്രയും വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അത് വരാത്തൊരു കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് ഗവർണർ മാത്രം തീരുമാനം എടുക്കുകയാണ്. അദ്ദേഹം തന്നെ വാഹനം തടയുമ്പോൾ അദ്ദേഹം തന്നെ ഇറങ്ങി വരികയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണ്. ഒരു കാരണവശാലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഈ പരിപാടി ഗവർണർ നിർത്തണം. അതിനെ നിർത്തണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതെങ്ങനെയാണ്? ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കറക്റ്റല്ലേ? ഐ ടു ഐ നിൽക്കുകയാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികളുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു സ്ഥലത്ത് ഭരണഘടനാ പ്രകാരം സ്റ്റേറ്റിൻ്റെ പിന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഗവർണർ, ഇവർ തമ്മിൽ ഇങ്ങനെ നേരെ നിന്നിട്ട് എന്താണ് പറയുന്നത്? ഞാൻ വരും, നീ പിന്നെ കരിങ്കോട് കാണിക്കുക, നിങ്ങൾ വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യും, നിങ്ങൾ തടയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും എന്ന് പറയുകയാണ് ഗവർണർ. നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനിതിനെ കാണുന്നത് എന്താണ്? ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചേനെ. എന്താണ്? ഒരു പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുകയാണ്. അത് ഗവർണർ അറ്റൻഡ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. അവിടേക്ക് വരരുതെന്ന് പിന്നെ എസ്.എഫ്.ഐ പറയുകയും ആ പരിപാടിയെ തടയുകയും ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതൊരു എസ്.എഫ്.ഐനെ പോലെ ചാൻസലറായ ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് തടയുന്നത് ശരിയല്ല എന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ എന്താ നടക്കുന്നത്? ഇതങ്ങനെയൊന്നുമില്ല. കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 3 ദിവസം അവിടെ താമസിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു വെല്ലുവിളിക്കുന്ന സ്ഥലത്ത് ഒരു ആരാണ് ഒരു വെല്ലുവിളിനെ സ്വീകരിക്കാത്തത്? വെല്ലുവിളിച്ചാൽ തിരിച്ച് വെല്ലുവിളി ഉറപ്പല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണ് അവർ തീർക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? നമ്മുടെ സ്റ്റേറ്റ് അല്ലേ? അതെന്നിട്ട് പറയുകയാണ് എനിക്കാരോടും പ്രതിബദ്ധതയില്ല, ഞാൻ നിങ്ങളാരും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല, എനിക്ക് പ്രസിഡൻറ്റ് മാത്രമൊന്നുമല്ല ഈ നാട്ടിൽ കാരണം സാധാരണപ്പെട്ട പാവപ്പെട്ട സാധാരണ ജനങ്ങളോടും കൂടെ പ്രതിബദ്ധതയുള്ള ആൾ തന്നെയാണ് ഗവർണർ. അല്ലാതെ ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും ഒരിക്കലും ശരിയായ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഈ ഗവർണർ ഈ നടപടിയോട് യോജിക്കുന്നില്ല. Meet the editors.